നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ വീട്ടൂർ ആണ് കേട്ടോ. വീട്ടൂർക്ക് പോരും വഴി ഞങ്ങൾ മൂവാറ്റുപുഴ ഫാരത് ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ. ഫാരത് ഹോട്ടലിലെ വിശേഷങ്ങളാണിത്. അപ്പോൾ അടിപൊളി മട്ടൻ ഫ്രൈയും അതുപോലെ തന്നെ പൊറോട്ടയും അപ്പവും ഇടിയപ്പവും മേടിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സൂപ്പർ ഫുഡ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടൂരത്തെ വിശേഷങ്ങളായിട്ട് വരാം. നമ്മൾ വീട്ടൂർ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നല്ലോ, തടിഡിപ്പോയിൽ തന്നെ ചെറിയ രീതിയിൽ ചിൽഡ്രൻസ് പാർക്കും പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് ഇതൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫാമിലീസിനുമായിട്ട് കുറേ നേരം വന്ന് നടക്കാനും പിന്നെ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാനും പറ്റിയൊരു അടിപൊളി ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് വീട്ടിൽ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ തടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ ഇത്. നമ്മുടെ കൊച്ചാണെങ്കിൽ കളിക്കാനായിട്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ നേരം വെളുത്തപ്പത്തൊരു കൊച്ചു പറഞ്ഞാണ് പാർക്കി പാച്ച എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേ ഗ്രൗണ്ടിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി ഇനി കൊച്ചിൻ്റെ പ്ലേ ഗ്രൗണ്ട് നമ്മൾ മിസ്സാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ നേരെ നമ്മൾ വീട്ടൂർ വരെ പോയി. വീട്ടൂർ അവിടെ പാർക്കിൽ കയറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് വരുന്നത്. പൊന്നിയാണെങ്കിൽ എല്ലാ സ്ഥലത്തും കയറി ചുമ്മാ ഊർനാട്ടിലാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്ങനെ ഊർന്നു പോരാനായിട്ട് ആണ് പൊന്നി. നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ നേരം അതിൽ കൂടെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു വൈകിട്ട് സമയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു എക്സസൈസും കാര്യങ്ങളാണ് അവിടെ നടക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ദിവസം ചിലവഴിച്ചു. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഫ്രണ്ട്സൊക്കെയും കൂടി പോത്താങ്കട്ടിൽ വെച്ചൊരു ചെറിയ മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇനി രാവിലെ നമ്മൾ അങ്ങനെ പോയതുകൊണ്ട് ഇനി വൈകിട്ട് കൊച്ചിനെ കൊണ്ട് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോകാം എന്നോർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ എന്നോർത്തു. അങ്ങോട്ടേക്ക് പിന്നെ അളിയനും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. അളിയനും കൊച്ചും അളിയൻ്റെ വൈഫും അമ്മയും അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ നമ്മൾ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് സമയം സ്പെൻഡ് ചെയ്തു. എന്തായാലും പൊന്നിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ ഒരു 15 കിലോമീറ്റർ അകലുള്ള വെള്ളച്ചാട്ടം കാണാനായിട്ട്. വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ താഴേക്ക് പോകണമായിരുന്നു. താഴേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോയില്ല കേട്ടോ. എന്നാലും അടിപൊളിയായിരുന്നു.